ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു നല്ല സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെവിയാണ്, ഭയങ്കര ടേസ്റ്റുമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഏത് നേരത്ത് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുത്ത ചിക്കനാണ്. കുക്കറിൽ ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള കറച്ചൊന്ന് വഴന്നു വന്നാൽ ക്യൂബായി അരിഞ്ഞ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം കുറച്ചൊന്ന് കുക്കായി വന്നാൽ ഇതിലേക്ക് ഒരു ടൊമാറ്റോൻ്റെ ഹാഫ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ബണ്ണാണ്. ഞാനിവിടെ ബിഗ് സൈസിലുള്ള ബണ്ണാണ് എടുത്തത്. ഏറ്റവും നല്ലത് മിനി സൈസിലുള്ള ബണ്ണാണ്. അതാകുമ്പോൾ കാണാനും സെർവ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഏത് ബണ്ണായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ബണ്ണ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 6 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബണ്ണ് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായി മയോണീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മയോണീസ് എല്ലായിടത്തും സ്പ്രെഡാക്കിയ ശേഷം ഇതിന് മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വന്ന മയോണീസിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഒറിഗാനോയും റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബണ്ണിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കാം.
ഈ ബൺസ് നമുക്കിതിന് മുകളിൽ വെച്ച് ക്ലോസ് ആക്കി കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസും സ്ലൈസ്ഡ് ചെഡാർ ചീസും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് ഓവണിലും ചെയ്യാം. ഓവൺ ആണെങ്കിലും 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റവ് ടോപ്പിലാണെങ്കിലും പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബണ്ണായതുകൊണ്ട് തന്നെ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഓവൺ ആണെങ്കിലും 10 മിനിറ്റ്, സ്റ്റവ് ടോപ്പ് ആണെങ്കിലും 10 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചീസി ലാവ ചിക്കൻ പന്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ ഓവർലോഡഡ് ആയിട്ട് നല്ല ടേസ്റ്റ് ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.